അബൂജഹലിന്റെ കാലഘട്ടത്തിൽ, അതല്ലെങ്കിൽ അറേബ്യൻ ജാഹിലിയത്തിൽ ജീവിച്ചിരുന്ന കാലത്ത് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഒരു നേർച്ച ചെയ്തിരുന്നു. മുസ്ലിമാകുന്നതിന്റെ മുമ്പത്തെ സംഭവമാണ്. എന്താ നേർച്ചയാക്കിയത്? എഴുത്തിക്കാഫിരിക്കാൻ നേർച്ചയാക്കിയിരുന്നു. പണ്ട് മുസ്ലിമായതിന്റെ ശേഷം ഉമർ റളിയല്ലാഹു തആല അൻഹു വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഓ നബിയേ, ജാഹിലിയ്യ കാലത്ത് ഞാനൊരു നേർച്ച നേർന്നിരുന്നു, എഴുത്തിക്കാഫിരിക്കാൻ നേർച്ച നേർന്നിരുന്നു. എഴുത്തിക്കാഫിരിക്കാൻ മസ്ജിദുൽ ഹറാമിൽ എഴുത്തിക്കാഫിരിക്കാൻ നേർച്ച നേർന്നിരുന്നു. നബിയെ, ഞാനത് പാലിക്കണോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഉമറേ, നീ ഒരു സങ്കല്പത്തിലുള്ള അള്ളാഹ്ക്ക് നേർച്ചയാക്കിയതല്ലേ, അതുകൊണ്ട് അത് വേണ്ട. കുട്ടികളുള്ള അള്ളാഹ്ക്ക് നേർച്ചയാക്കിയതല്ലേ, കൂറുകാരനുള്ള അള്ളാഹ്ക്ക് നേർച്ചയാക്കിയതല്ലേ, പരലോകത്ത് മനുഷ്യരെ ജീവിപ്പിക്കാൻ കഴിയാത്ത അള്ളാഹ്ക്ക് നീ നേർച്ചയാക്കിയതല്ലേ, അതൊന്നും നമ്മൾ പറയുന്ന അള്ളയല്ല. അതുകൊണ്ട് നീ അന്ന് നേർച്ചയാക്കിയ നേർച്ചയൊന്നും മുസ്ലിം ആയതിന്റെ ശേഷം നീ വീട്ടേണ്ടതില്ല ഉമറേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവോ? പറഞ്ഞോ പേരോടെ? നിങ്ങൾ അതല്ലേ നിങ്ങൾ പറയേണ്ടത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ സംശയത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി, ജാഹിലിയ്യ കാലത്ത് അന്ന് നേർച്ചയാക്കിയ എഴുത്തിക്കാഫിന്റെ നേർച്ച ഉമറേ നീ വീട്ടണം ഉമറേ, ആ നേർച്ച നീ വീട്ടിക്കൊള്ളണം ഉമറേ, എഴുത്തിക്കാഫിരിക്കണം ഉമറേ എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പേരോടിനത് നിഷേധിക്കാനാകുമോ? പേരോടെന്തേ ഇവിടെ വന്നിട്ട് അത് നിഷേധിക്കാഞ്ഞത്? ഒരു ഖുൽ യാ അയ്യുഹൽ കാഫിറൂനെങ്കിലും പഠിച്ചുകൂടായിരുന്നോ എന്ന് എന്നോട് ചോദിച്ചില്ലേ? അപ്പോഴല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഞാൻ ഈ എണ്ണിയ ഓരോ സംഭവങ്ങളും അത് റാസിയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. പലതും റാസിയിലുണ്ട്, പലതും ബുഖാരിയിലുള്ളതാണ്, പലതും ഖുർത്തുബിയിലുള്ളതാണ്, പലതും തബരീയിലുള്ളതാണ്. അങ്ങനെ പല കിതാബുകളിലും നിറഞ്ഞു കിടക്കുന്ന സംഗതിയാണ്. ഇവരോടൊക്കെ നിങ്ങളൊന്ന് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ പഠിക്കാൻ പറയുമോ? അബൂജഹലും അവന്റെ പാർട്ടിയും മുശ്രിക്കുകൾ പല രൂപത്തിലുള്ള ആരാധനകൾ അള്ളാഹ്ക്ക് വേണ്ടി എന്ന അവരുടെ ന്യായപ്രകാരം അവർ ചെയ്തിരുന്നു എന്നത് തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞപ്പോ പേരോടിനും മിണ്ടാൻ സാധിച്ചോ? ഒരൊറ്റ എണ്ണത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞോ? എന്തെല്ലാം എണ്ണി പറഞ്ഞു. തവാഫിനെ പറ്റി പറഞ്ഞില്ലേ, മുസ്ദലിഫയുടെ കാര്യം പറഞ്ഞില്ലേ, അതേപോലെ തന്നെ അവര് നടത്തിയ ഇത്തികാഫിനെ പറ്റി പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ആശൂറ നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞില്ലേ. അങ്ങനെ ഓരോ കാര്യങ്ങളും എണ്ണി പറഞ്ഞിട്ട് മറുപടിക്ക് വന്നതാനും പറഞ്ഞിട്ട് ഒരെണ്ണത്തുമെങ്കിലും തൊടാൻ നിങ്ങൾക്ക് സാധിച്ചുവോ? ആവർത്തിച്ച് ചോദിക്കുന്നു പേരോടിനോട്. ഞാൻ ആ വായിച്ച ഹദീസുകൾ, ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ബുഖാരിയിലെ ഹദീസുകൾ, ഇത്തികാഫിന്റെ ഹദീസ്, അശൂറ 10 നോമ്പ് നോറ്റിരുന്നതിന്റെ ഹദീസ്, അതുപോലെ തന്നെ പല കാര്യങ്ങളും ഞാൻ അന്ന് പറഞ്ഞല്ലോ. അതൊക്കെ നിങ്ങൾ പറഞ്ഞത് പച്ചക്കള്ളമാണ് മൗലവി. ഒരൊറ്റ കിതാബിലും അത് വന്നിട്ടില്ല, ബുഖാരി അങ്ങനെ ഇല്ല, അതല്ലെങ്കിൽ ഇമാമിങ്ങളൊന്നും അത് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ വകയാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് കഴിഞ്ഞ പ്രസംഗത്തിൽ ചോദിച്ചിട്ട് നിങ്ങൾ എന്തേ കാമ എന്നൊരു മറുപടി അതിന് നിങ്ങൾ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞില്ലല്ലോ. ഈ ജനങ്ങളെ നിങ്ങൾ വഞ്ചിക്കുകയല്ലേ? ജനങ്ങളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അത് വെറുതെ പറഞ്ഞതാണെന്ന്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്തു എന്നറിയോ? വേറെ രസമുണ്ട്. ഒന്നിനും പറഞ്ഞില്ല എന്ന് പറയണ്ട, ഒന്ന് മൂപ്പര് പറഞ്ഞു. എന്താ? ആശൂറ 10 നോമ്പിനെ പറ്റി. ആശൂറ 10 എന്നൊരു പ്രയോഗം ഉണ്ട് ആളുകൾക്ക്. മുഹറം 10 ആശൂറ എന്നാ പറയാ. അപ്പോ മുഹറം 10 നോമ്പ് അബൂജഹൽ ആശൂറ നോമ്പ് എടുത്തുത്രേ. മുപ്പരതിനെ പരിഹസിക്കുകയാണ്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ. എന്നിട്ട് അതിന് പറഞ്ഞ മറുപടി ഭയങ്കര രസാട്ടോ. അത് മാത്രം മൂപ്പരൊന്ന് കണ്ണിക്കാൻ വേണ്ടി ശ്രമിച്ചത്, അത് മാത്രം തൊട്ടത്. അതിനെപ്പറ്റിയുള്ള മൂപ്പരുടെ കമന്റ് നിങ്ങളൊന്ന് കേട്ടോളൂ, ഞാൻ നിങ്ങൾക്ക് ബാക്കി പറഞ്ഞുതരാം. എന്തായാലും മൂപ്പരുടെ മറുപടി ശരിക്ക് കേട്ടോളൂ. ആശൂറ നോമ്പെടുത്തിട്ടില്ലേ? അബൂജഹൽ ആശൂറ നോമ്പെടുത്തിനോലോ? ആശൂറ നോമ്പെടുത്തിട്ട് മൂർച്ചിട്ടുണ്ടാവും. ആശൂറ നോമ്പെടുത്താല് അള്ളാഹുവിന് വിശ്വാസമാവോ? ആശൂറ നോമ്പെടുത്താൽ അള്ളാഹുവിന് വിശ്വാസ? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ അള്ളാഹുവിന്റെ വിശ്വാസം ആശൂറ നോമ്പെടുക്കലാണ്? എന്താണ് മൗലവി പറഞ്ഞത്? എന്താ പേരോട് ഇപ്പൊ ഈ പറഞ്ഞത്? എന്താ ഇയാൾ ഈ പറഞ്ഞത്? മൂപ്പര് വലിയ കാര്യത്തിലേക്ക് അബൂജഹൽ ആശൂറ നോമ്പെടുത്തിരുന്നു, മൂർച്ചിട്ടുണ്ടാവുന്നു. നല്ല മറുപടിയല്ലേ? കുട്ടികളിന്റെ സാധാരണ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുമ്പോട്ടല്ലോ ഒരു പണ്ഡിതൻ പറയുന്ന കോലാപ്പത്. ഇയാളോട് ഏതെങ്കിലും ഒരു കുട്ടി സിറാജുലുദൈന് സംശയം ചോദിച്ചാൽ അങ്ങനെ പറയാ? സ്ഥതേ അവരങ്ങനെ ബുഖാരിയിലുണ്ടല്ലോ ആശൂറ നോമ്പ് എടുത്തിട്ടുണ്ട്. മൂപ്പര് പറയും എടുത്തിട്ടുണ്ടെങ്കിൽ മൂർച്ചിട്ടുണ്ടാവൂടാ പോ.
എന്നല്ലേ പറയാ. ഒരു മൂപ്പരിന്റെ അടിയിൽ പിന്നെ പറയണേ ആശൂറ നോമ്പ് എടുത്തിട്ട് മുറിച്ചിട്ടുണ്ടാവും. മാത്രല്ല ആശൂറ നോമ്പ് എടുക്കലാണ് അള്ളാഹുവിൽ വിശ്വാസം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ? ആ തട്ടിപ്പും തരികടി തക്കിടി അവിടെ ഇരിക്കട്ടെ പേരോടെ. അതവിടെ കുട്ടികളോട് എടുത്താൽ മതി. മറുപടി പറയാൻ കഴിയില്ലെങ്കിൽ അത് പറയണം.